ഗായ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ എങ്ങുമല്ല, പാണങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പാണിയേലി പോരിനൊക്കെ അടുത്തുള്ള കോടനാടിനടുത്തുള്ള പെരുമ്പാവൂരിൽ വല്ലം വന്നിട്ട് വല്ലത്തിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്തെത്താം. അപ്പോൾ പാണങ്കുഴിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പാണങ്കുഴിയിലെ ഇക്കോ ടൂറിസം സെൻറ്ററിലാണ്. ഇവിടെ നിഷ ഊഞ്ഞാലാടിക്കുന്നത്. നിഷ ഊഞ്ഞാലാടുന്ന ആ മരം, അതിനെ ഒന്ന് നോക്കുക, കണ്ടോ? ആ മരത്തേലാണിത് ഈ കമ്പ് വെച്ച് കെട്ടിയിരിക്കുന്നത്. ആ മരത്തിൻ്റെ ഉയരം അത് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അത്രമാത്രം ഉയരത്തിലാണ് ആ മരം. ഉണ്ടോ? അതിൻ്റെ അറ്റം കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ, അത്രയ്ക്കും ഉയർന്നു നിൽക്കുന്നതാണ് ആ മരം. അത് ചിത്രീകരിക്കാൻ പോലും സാധിക്കില്ല, അത്രയ്ക്കും ഉയരത്തിലാണ്. ആ മരത്തിലാണ് ഈ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. ഈ ഒരു ശിഖരത്തിലാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത്. മറ്റൊന്നൊരു ചെറിയ മരമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിന് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഊഞ്ഞാലാടാനുള്ള ഒരു ഭാഗ്യം നിഷയ്ക്കുണ്ടായല്ലോ എന്ന് വിചാരിക്കാം. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ പ്രകൃതി മനോഹരമായ ഈ പാണങ്കുഴി എന്ന് പറയുന്ന സ്ഥലം നോക്കൂ, എത്ര സുന്ദരമാണെന്ന് നോക്കൂ. എത്ര പ്രാവശ്യം ഇത് ഞാൻ ഈ ക്യാമറയിലേക്ക് ഒപ്പിയെടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും സുന്ദരമാണ്. പിന്നെ ഈ പാണങ്കുഴി അധികം പ്രസിദ്ധമല്ല, ഇപ്പോൾ ഇക്കോ ടൂറിസം ആരംഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു റഷൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെവിടെ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും അവിടുത്തെ അധികാരികൾ പറയുന്നത് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ്. ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് കുളിക്കാനുള്ള, അതായത് പ്രകൃതിയുടെ ജലം തന്നെയാണ് ഇത്. പ്രകൃതിയിൽ നിന്ന് വരുന്ന ഔഷധ ഗുണമുള്ള ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ ഒരു അനുവാദം തരുന്നത് മാത്രമല്ല, അവർ സുരക്ഷിതമായ സ്ഥലം നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അവിടെ അവരുടെ കാവലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ സുരക്ഷിതമായി ഇവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാം എന്നുള്ള 1-2 പോയിൻ്റ് കൂടി ഇവിടെ ഉണ്ട്. 50 രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ്. കോടനാട് പാണങ്കുഴി ഇക്കോ ടൂറിസം സ്പോട്ടാണ് സ്ഥലം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഊഞ്ഞാലാടുക മാത്രമല്ല, ഉണ്ടോ, ഇപ്പോഴും നിഷ ഊഞ്ഞാലാടി കഴിഞ്ഞിട്ടില്ല, വളരെ ആസ്വദിച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മനോഹരമായ ഈ പ്രദേശം നിങ്ങളും കൂടി ഒന്ന് വരിക, ഇതിൻ്റെ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് കാണുക.